ചെന്നൈ ടീമിന് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലെ ആ ഊർജ്ജം ഇപ്പോൾ കാണാനില്ല. അടുപ്പിച്ച് 2 മാച്ച് ചെന്നൈ തോറ്റിരിക്കുകയാണ്. ഇന്ന് ചെന്നൈ ടെസ്റ്റാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. രഹാനെ ഇതുപോലത്തെ മോശം കളി കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇതൊരു T20 ഫോർമാറ്റാണ്. അതിലിങ്ങനെ സ്ലോ ബാറ്റിംഗ് കാഴ്ചവെച്ചാൽ ഏത് ടീമായാലും തോൽക്കുമെന്നത് ഉറപ്പാണ്. ഇന്ന് കളി തോറ്റ ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. SRHും CSKയും നേർക്കുനേർ വരുമ്പോൾ ഒരു ആവേശ മത്സരമായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് CSK നാണം കെട്ട് തോറ്റു. SRH ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇന്ന് കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഇപ്രാവശ്യം കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ ടീമിലെ താരങ്ങൾ മോശം ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് രഹാനെ വളരെ സ്ലോ ബാറ്റിംഗ് ആണെന്ന് അവൻ പുറത്തെടുത്തത്. ഇത് T20 ഫോർമാറ്റ് ആണ്. അതുകൊണ്ട് കുറച്ചും കൂടി വേഗത്തിൽ റൺസ് സ്കോർ ചെയ്താൽ മാത്രമേ ടീമിന് നല്ലൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. 165 റൺസ് എന്ന് പറയുന്നത് ചെറിയ സ്കോറാണ്. അതുകൊണ്ട് ബൗളേഴ്സ് എന്ത് ചെയ്താലും കളി തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. SRH ഇന്ന് മികച്ച ഒരു ടീമാണെന്ന് ഞങ്ങൾക്കറിയാം. അവർ 270 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് 200+ റൺസ് ആവശ്യമായിരുന്നു. ഞങ്ങളിന്ന് ടാർഗറ്റ് ചെയ്തതും 200 റൺസായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് നേടാൻ സാധിച്ചില്ല. ഇന്ന് ഞങ്ങൾ കളി തോൽക്കാൻ കാരണം അത് ബാറ്റ്സ്മാൻമാർ തന്നെയാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് അവർ കളിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത മത്സരത്തിൽ തെറ്റുകൾ തിരുത്തി ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ധോണി വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. അടുപ്പിച്ച് 2 മാച്ചായി ഇപ്പോൾ CSK തോൽക്കുന്നു. കഴിഞ്ഞ കളി ഡൽഹിയോട് ചെന്നൈ തോറ്റു. ഇപ്പോഴിതാ SRHുമായിട്ട് തോറ്റിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തോറ്റാൽ അത് ചെന്നൈക്ക് പണിയായിരിക്കും. തുടർ വിജയങ്ങൾ ചെന്നൈക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. അപ്പോൾ ഇന്ന് CSK തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.